This news is sponsored by അറിഞ്ഞില്ലേ, മാളയിൽ ഇസ ജ്വല്ലറിയുടെ നവീകരിച്ച ഷോറൂം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മാള KSRTC ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയാണ്. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. മാള ഡി സോൺ കലോത്സവവുമായി ബന്ധപ്പെട്ട് സംഘർഷമുണ്ടായപ്പോൾ അവിടെ നിന്നും 2 ആംബുലൻസുകളിലായിട്ടാണ് KSU പ്രവർത്തകരെ പോലീസ് കയറ്റി അയച്ചത്. ഒരു ആംബുലൻസ് ഏതാണെന്ന് ആരും തന്നെ ഇതുവരെ അന്വേഷിക്കാൻ നിന്നിട്ടില്ലേ. കാരണം ഒരു സെൽഫിയുടെ അടിസ്ഥാനത്തിൽ കേരളം മുഴുവനും അറിഞ്ഞത് ആ സെൽഫിയിൽ കാണുന്ന ആംബുലൻസ് മാള ജുമാ മസ്ജിദിന്റെ ആംബുലൻസ് ആണ് എന്നാണ്. അതായത് രണ്ടാമത്തെ ആംബുലൻസ് ഏതാണെന്ന് ഒരു പത്രപ്രവർത്തകരോ മാധ്യമ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കാരോ അല്ലെങ്കിൽ മറ്റുള്ള ആരും തന്നെ അത് അന്വേഷിച്ചില്ല. അത് അവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ പോലീസുകാർക്ക് മാത്രമാണ് ഏത് ആംബുലൻസ് ആണ് എന്നുള്ളത് അറിവ് ഉണ്ടായിരുന്നത്. അതാരും തന്നെ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല ഏത് ആംബുലൻസ് ആണെന്നുള്ളത്. സ്വാഭാവികമായിട്ടും ആ ഒരു ആംബുലൻസിൽ സഞ്ചരിക്കുന്ന കാണുമ്പോൾ നാട്ടിലൊരു വിഷയങ്ങൾ ഉണ്ടാക്കാനായിട്ട് മാള ജുമാ മസ്ജിദിന്റെ ആംബുലൻസിലാണ് 10 പേര് സഞ്ചരിച്ചിരുന്നത് എന്ന് വരുത്തി തീർത്തു. അതാണ് ഉണ്ടായത്. പക്ഷെ അതായത് ഈ 10 പേര് സഞ്ചരിച്ചിരുന്ന ആ ആംബുലൻസ് അന്നമനട സർവീസ് സഹകരണ ബാങ്കിന്റെ ആംബുലൻസ് ആണ്. അതിനുള്ള തെളിവുകളാണ് ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. ആ സെൽഫിയിൽ കാണുന്ന ആംബുലൻസിന്റെ ചില്ല് ശ്രദ്ധിക്കുക. കാരണം ആ ചില്ലിൽ ഒരു ബോർഡ് കാണുന്നുണ്ട്. ആ ബോർഡാണ് ഈ അന്നമനട സർവീസ് സഹകരണ ബാങ്കിന്റെ ബാക്കിൽ കാണുന്ന ചില്ലിൽ പതിച്ചിട്ടുള്ള ആ ഒരു ബോർഡ്. ആ ഒരു 2 ഫാൻ ശ്രദ്ധിച്ചറിയാൻ പറ്റും. അന്നമനട സർവീസ് സഹകരണ ബാങ്കിന്റെ ആ ഒരു ആംബുലൻസിന് 4 ഫാനുകളുണ്ട് അതിന്റെ ഉള്ളിൽ സജ്ജീകരിച്ചേക്കുന്നത്. അതാണ് ഈ കാണിക്കുന്നത്. അതിൽ 2 ഫാനുകളാണ് ആ സെൽഫിയിൽ പെട്ടിട്ടുള്ളത്. അതായത് മാള മുഹീദ്ദീൻ ജുമാ മസ്ജിദിന്റെ ചില്ലിൽ അങ്ങനെ ഒരു മഞ്ഞ ബോർഡില്ലേ. വണ്ടിയുടെ അകത്ത്, അതായത് ആളുകൾ കയറിയിരിക്കുന്ന അല്ലെങ്കിൽ ബോഡി കൊണ്ടുപോകുന്ന ആ ഒരു വശം AC ആണത്. അന്നമനട സർവീസ് സഹകരണ ബാങ്കിന്റെ വാഹനം AC അല്ല. മാള ജുമാ മസ്ജിദിന്റെ വാഹനം ആംബുലൻസ് AC ആണ്. അപ്പോൾ AC വെച്ചിട്ടുള്ള മാള മുഹീദ്ദീൻ ജുമാ മസ്ജിദിന്റെ ആംബുലൻസിൽ ഒരു ഫാനുള്ളൂ. അത് ഡ്രൈവറുടെ ബാക്ക് സൈഡിലെ മാത്രമായിട്ടാണ്. ഒന്നും കൂടി വ്യക്തമായിട്ട് പറയാണ്, അന്നമനട സർവീസ് സഹകരണ ബാങ്കിന്റെ ആംബുലൻസിൽ സെൽഫി എടുത്തപ്പോൾ ആ ബോർഡ് അതിൽ പതിഞ്ഞിട്ടുണ്ട്, ചില്ലിൽ കാണുന്നത്. മാള മുഹീദ്ദീൻ ജുമാ മസ്ജിദിന്റെ ആംബുലൻസിൽ ആ ഒരു മഞ്ഞ ബോർഡ് കാണുന്നില്ല, അതില്ല. 4 ഫാനുകളാണ് അന്നമനട സർവീസ് സഹകരണ ബാങ്കിന്റെ ആംബുലൻസിന്റെ ഉള്ളിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. മാള മുഹീദ്ദീൻ ജുമാ മസ്ജിദിന്റെ ആംബുലൻസിൽ AC ആയതുകൊണ്ട് ഫാനില്ല, ഒറ്റ ഫാനുള്ളൂ. അത് ആ ഫാൻ എന്ന് പറയുന്നത് ഡ്രൈവർ ഇരിക്കുന്ന സീറ്റിന്റെ ബാക്ക് സൈഡിലായിട്ടാണ്. അതാണ് ഈ കാണുന്നത്. അപ്പോൾ തെളിവുകൾ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ ഒരിക്കൽ കൂടെ ഒരു കാര്യം പറയാനുള്ളത്, ഇനി ഈ ആംബുലൻസ് വിവാദം, അതായത് ഈ 10 പേരെ കയറ്റി സെൽഫി എടുത്തു എന്ന് പറയപ്പെടുന്ന ആംബുലൻസ്, ഞങ്ങൾ വ്യക്തമായിട്ട് ഒരിക്കൽ കൂടെ പറയാണ്, അത് മാള ജുമാ മസ്ജിദിന്റെ ആംബുലൻസ് അല്ല. ആ സെൽഫിയിൽ കാണുന്ന ആ ഒരു ആംബുലൻസ് മാള ജുമാ മസ്ജിദിന്റെ ആംബുലൻസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരും പ്രചരിപ്പിക്കരുത്. അത് തെറ്റായ വാർത്തയാണ്. അറിഞ്ഞില്ലേ, മാളയിൽ ഇസ ജ്വല്ലറിയുടെ നവീകരിച്ച ഷോറൂം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മാള KSRTC ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയാണ്. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ്, വെള്ളി ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം, എല്ലാവിധ സ്വർണ്ണാഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ഇസ ജ്വല്ലേഴ്സിൽ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് പരമാവധി വില ലഭിക്കുന്നു. മാത്രമല്ല, പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ പരമാവധി വിലക്കെടുത്ത് വിൽക്കാൻ സഹായിക്കുന്നു. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മാള KSRTC ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.